കർത്താവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്ത് ഒത്തൊരുമിച്ച് കൂടുവാൻ ദൈവതമ്പുരാൻ നൽകിയ ഈ അവസരത്തിൽ നമ്മളിലൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാസത്തിലൊരിക്കൽ റിട്രീറ്റ് നടത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം ആഗ്രഹിച്ചത്. അത് ഫിസിക്കലായിട്ട് നടത്താം, അല്ലെങ്കിൽ കൂടുതൽ ഓൺലൈൻ ഓപ്ഷനായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യത്തേത് ഒരു ഓൺലൈനായിരുന്നു. അത് ഗംഭീരമായിട്ടൊക്കെ ചെയ്തുപോയി. കാരണം വിളിച്ച നിർമ്മാണത്തിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 3-4 മാസമായി. ഒരു മാസം പോലും മുടങ്ങാതെ കൂടുതൽ ലൈവായിട്ട് തന്നെയായിരുന്നു. ഒരിക്കലൊരു ഫാമിലി റിട്രീറ്റ് പേരൻസിനും ചിൽഡ്രൻസിനും വളരെ ഭംഗിയായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത മാസം സജീവമേലച്ചൻ, കഴിഞ്ഞ മാസം അമേലച്ചൻ കൺവെൻഷൻ പോലെ ക്രമീകരിക്കാൻ സാധിച്ചു. അമേലച്ചൻ വന്ന പോയിട്ട് ഏകദേശം 2 ആഴ്ചക്കുണ്ടായതേ ഉള്ളൂ. അതിനുശേഷം ഇത്രയും ആളുകൾ വീണ്ടും ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമാണ്, അനുഗ്രഹമുള്ള ദേവാലയമാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു ചിന്തയോ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവം തരുന്ന അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറവായിട്ട് നിലനിൽക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യുവാക്കളുടെ ഈ ഉദ്യമം ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗായക സംഘം ആദ്യത്തെ ഗാനം ആരംഭിക്കും. അതിനുശേഷം ഈ റിട്രീറ്റിന് സ്വാഗതം ആശംസിക്കുവാനായിട്ട് വിൽസനെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആരംഭിക്കും. അതിനുശേഷം സ്വാഗതം ആശംസിക്കും. Illi
is also our immense honor and pleasure to welcome our esteemed guest for today, that is Mr. Thomas K. Varghese. Varghese Uncle is a former ISRO scientist, a visionary leader, and a compassionate philanthropist. He has contributed significantly to India's space research endeavors. His current role as the director of the Mar Gregorios Rehabilitation Center is a testament to a deep commitment to serving humanity, particularly those in need. His efforts in philanthropy and community service inspire us to strive for a life that balances professional life with excellence to excellent selfless service. We are truly blessed to have him join us this evening to share his thoughts, experiences, and insights for the topic that is Mission of God. Varghese Uncle, we eagerly await your session and are grateful for your willingness to share your time and wisdom with us. Thank you, and may God bless us all. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈ സാമൂഹ്യച്ചും ഓസിവയും അംഗങ്ങളെ, പ്രിയ വിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹമുണ്ട്. ഈ ഇടവകയിലേക്ക് വന്നത് വളരെ ആകസ്മികമായിട്ടാണ്. എൻ്റെ മകളും ഫാമിലിയും ഒക്കെ ഈ പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് അവരോടൊപ്പം ഇവിടെ വരികയുണ്ടായി. ഇവിടെ വന്ന് അച്ഛനെയും അതുപോലെ ഇവിടുത്തെ പല അംഗങ്ങളെയും കാണുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും സന്ദർഭമുണ്ടായി. ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ഈ ധ്യാനത്തിൽ ദൈവവചനം പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിച്ചത് വളരെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഇതിൽ പങ്കെടുക്കുന്നതിൽ, ഇതിൽ സംബന്ധിക്കുന്നതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പ്രവർത്തനം എന്ന രീതിയിലോ ഞാൻ അറിയിച്ചു. ഇന്നത്തെ ചിന്തയ്ക്കായി മനസ്സിൽ കരുതിയ വിഷയം മിഷൻ ഓഫ് ക്രൈസ്റ്റ് ബി ദ വേ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നതാണ്. ഞാൻ ഇങ്ങനൊരു വിഷയം എടുക്കാനൊരു കാരണം, യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് ഒരുപാട് കാര്യങ്ങൾ യേശുവിൻ്റെ ഉപദേശത്തിലുണ്ടെങ്കിലും ഒരുപാട് ഊന്നൽ നൽകിയ ഒരു സംഗതി ക്രിസ്തീയ മിഷനെ കുറിച്ച്. ക്രിസ്തുവിൻ്റെ പ്രവർത്തനമെല്ലാം തന്നെ ഒരു മിഷൻ ആയിരുന്നു, അങ്ങനെ ഒരു പ്രവർത്തനമായിരുന്നു. നമുക്ക് ഈ വിഷയത്തെ രണ്ട് ഭാഗമായിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന്, ക്രിസ്തുവിൻ്റെ മിഷൻ എന്തായിരുന്നു, എന്താണ് ക്രിസ്തു ചെയ്തത് എന്നുള്ളത് പരിശോധിച്ചിട്ട് നമുക്ക് ഏത് വിധത്തിൽ ആ മിഷൻ പിന്തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. Nobody has seen God, the only begotten Son has revealed him. അത് യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുവിൻ്റെ മിഷൻ പ്രവർത്തനത്തെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും വിടുതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചു. The Spirit of God is upon me, and He has sent me to bring the good news for the poor. He sent me to proclaim the liberty
of the poor, recovery of sight to the blind, to set free the oppressed, and tell them that the Lord is day of saving is. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനെ സാധാരണയായിട്ട് നസറേത്ത് മാനിഫെസ്റ്റോ എന്നാണ് പറയുന്നത്. നസറേത്തിൽ വെച്ച് സിനഗോഗിൽ ചെയ്തൊരു പ്രസംഗത്തിന് തുടക്കം ഇങ്ങനെയായിരുന്നു. ഇത് ശരിക്കും യെശയ്യാ പ്രവചനം 61 അധ്യായം 1-2 വാക്യങ്ങളാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അത് വായിച്ച ശേഷമാണ് പിന്നീട് എൻ്റെ പ്രസംഗത്തിലോട്ട് എൻ്റെ പഠിപ്പിക്കലിലോട്ട് കിടന്നത്. അപ്പോൾ ഈ മിഷൻ കർത്താവ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്, എങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുള്ളതിൻ്റെ വളരെ ലഘുവായിട്ടുള്ള വിവരണമാണ് നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം കാണുന്നത്. സുവിശേഷങ്ങളെല്ലാം പറയുന്നത് കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ്. അത് സുവിശേഷത്തിലൂടെ പലർക്കും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ യേശു ചെയ്തു, അതെല്ലാം വിവരിക്കുന്നില്ല. കുറേ സാമ്പിൾസായിട്ട് മാത്രമാണ് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്. യേശു ചെയ്ത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സകലവ്യാധിയെ രോഗികളെ സുഖമാക്കിയൊക്കെ ചെയ്തുകൊണ്ട് യേശു മുന്നോട്ട് പോയി എന്ന് നമ്മൾ കാണുന്നു. ഈ പ്രവർത്തനം, അതായത് നടത്തിയ ആ നസറേത്ത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ രീതിയിൽ തന്നെയാണ് ക്രിസ്തു തന്റെ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കാണാം. ക്രിസ്തുവിന്റെ പ്രസംഗത്തിനെല്ലാം ഊന്നൽ നൽകിയിരുന്ന പ്രധാന സന്ദേശം സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എന്ന് പറയുന്നു. Turn away from your sins, the kingdom of heaven is near. അതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ എല്ലാം സാരാംശം ഒഴിവുണ്ടായിരുന്നു. യേശു ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നടന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം കണ്ടൊരു പ്രധാന സംഗതി മത്തായിയുടെ ശേഷം 9-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആളുകളെ പോലെ ഒഴിഞ്ഞവരും ചിന്തിച്ചിരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കി. That is, he has seen them. They are warriors and helpers, and they are like sheep without a shepherd. നമ്മുടെ ഈ ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ മറ്റൊരു സന്ദർഭത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ലിടനാകുന്നു, I am the good shepherd. യേശു പറയുന്നു. നല്ലനായ യേശു തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ കണ്ടത് ഇടയില്ലാത്ത ആളുകളെ പോലെ ജനം വലയുന്നത്. അപ്പോൾ അവർക്ക് നേതൃത്വം നൽകുന്നതിന് ആണ് കർത്താവ് മുന്നോട്ട് കൊണ്ടത്. അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ പള്ളികളിലെ നേതാക്കന്മാരുണ്ടായിരുന്നു, യഹൂദ പ്രമാണികളൊക്കെ ഉണ്ടായിരുന്നു. അവർ പക്ഷെങ്കിൽ അവരുടെ പള്ളികളിലും സിനഗോഗുകളിലും ഇരുന്ന് അവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നതല്ലാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോ അവരെ ആശ്വസിപ്പിക്കുന്നതിനോ ഒന്നും ആരും തന്നെ മുന്നോട്ട് വരുന്നില്ലായിരുന്നു. അതായിരുന്നു സാഹചര്യം. ഇത് കണ്ടിട്ട് ദുഃഖിതനായ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരും ചുരുക്കി. The harvest is very large, but there are few to collect it. ഇതിനോടുകൂടി തന്നെ നമ്മൾ കാണുന്നുണ്ട് യേശു സ്വയം ഇങ്ങനെ മിഷണറി പ്രവർത്തനം മാത്രം ചെയ്യുകയായിരുന്നില്ല. ഇതിന്റെ ശിഷ്യന്മാർക്കും ഈ ഒരു ട്രെയിനിങ് ഇതിൽ കൊടുക്കുന്നതായിട്ട് കാണാം. ശിഷ്യന്മാരെ ഒരു ഇങ്ങനെയുള്ള പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ട് വിടുന്നതിനായിട്ട് കാണാം. യേശു പറയുന്നുണ്ട്, Go and preach the kingdom of heaven. You
Go and preach to the people that the kingdom of heaven is near. അതായിരുന്നു ശിഷ്യന്മാർക്ക് കൊടുക്കുക. ഓക്കെ, അവർ മുന്നോട്ട് പോയി ശിഷ്യന്മാരെ ഈ പ്രവർത്തനങ്ങളിൽ പരിചയിപ്പിക്കുകയായിരുന്നു ഒരു ട്രെയിനിങ് മിഷനായിരുന്നു കണക്കാക്കുന്നത്. അവരും ജനങ്ങളോട് പറഞ്ഞ സന്ദേശം ഇതായിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ഘോഷണമായിരുന്നു നടത്തിയത്. സോ ഇങ്ങനെ യേശു സ്വയം ചെയ്തു, അതുകൂടാതെ ശിഷ്യന്മാരെ ആ രീതിയിൽ പരിചയിപ്പിച്ച് കൊണ്ടുപോകുകയായിരുന്നു. പക്ഷെ അവർ പോകുമ്പോൾ പല പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്താണ് യേശു ക്രിസ്തു അയച്ചത്. നിങ്ങൾ ഒരു മടിശീലയിൽ പൊന്നും വെള്ളി ചെമ്പ് നാണയങ്ങളൊന്നും കരുതണ്ട, രണ്ടുടുപ്പോ ചെരുപ്പോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭക്ഷണത്തിന് ജോലിക്കാരുടെ കൂലിക്ക് യോഗ്യനാണ്, നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാൻ യോഗ്യനാണ് നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് അതൊന്നും കരുതണ്ട എന്നൊരു പ്രത്യേക നിർദ്ദേശത്തോടു കൂടിയാണ് യേശു ക്രിസ്തു ഇവരെ അയക്കുന്നത്. ഈ നിർദ്ദേശം ശിഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ മിഷണറി പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം. ഇങ്ങനെയുള്ള മിഷണറി പ്രവർത്തനത്തിന് പോകുന്നവർക്കുണ്ടാകുന്ന ഒരു ദിനനുഭവത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുസ്തകമായ ചെന്നായിട്ടുള്ള നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതിനാൽ പ്രാവിനെ പോലെ ബുദ്ധിയുള്ളത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്നുള്ള വാക്യം. I am sending you just like a sheep to pack of wool. Be cautious like a snake and gentle like a dove. ഈ ഇൻസ്ട്രക്ഷൻ, ഈ നിർദ്ദേശം നൽകിയാണ്, ആ വാണിജ്യോട് നൽകിയാണ് യേശു അവരെ അയക്കുന്നത്. നമ്മൾ ഇതൊക്കെ കാണുന്നത് യേശു സ്വയം ചെയ്തതും അതിന് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചതുമായ കാര്യങ്ങളാണ്. ശിഷ്യന്മാരെ ഇങ്ങനെയുള്ള ദൗത്യം ഏൽപ്പിച്ചതിലൂടെ അവരിൽ കൂടെ അത് നമ്മളെയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ധാർമ്മികമായ ആത്മീയമായ ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഈ ലോക പ്രവർത്തനത്തിന്റെ അവസാനമായപ്പോഴേക്കും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. As my Father has sent me, even so I send you. അപ്പോൾ യേശു ഇങ്ങനെ ശിഷ്യന്മാരെയും അതിലൂടെ നമ്മളെയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചപ്പോൾ ഈ പ്രവർത്തനത്തിന് ശക്തി പകരുന്നത്, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ധർമ്മമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞു ബലപ്പെടുത്തുന്നു. But when the Holy Spirit comes upon you, you will be filled with power and you will be witness for me in Jerusalem, in all of Judea and Samaria and the end of the earth. So പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശവും അതുപോലെ പ്രത്യേകമായിട്ടുള്ള തൻ്റെ ഉപദേശവും നൽകിയാണ് ശിഷ്യന്മാരെ വിട്ടത്. അതുകൊണ്ട് നമ്മളെയും ഈ പ്രവർത്തനങ്ങൾ തുടർന്നു പോകാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ പൗലോസിന്റെ കൊരിന്ത്യലേഖനം നോക്കുമ്പോൾ 2-4 അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്താണ്, this work is not free from turbulence. It's not a spiritual comfort zone, and we should not mix politics or economic power with it.
At the same time, missionaries should have courage, they should have strength to challenge the powers of oppression, and they should remain with the oppressors. അതാണ്. അല്ലാതെ മിഷണറി പ്രവർത്തനം ഒരു കംഫർട്ട് സോണാണ്, വളരെ ലാഘവത്തോടുകൂടി കൊണ്ടുപോകുന്നതാണ് ധരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അനവധി മിഷന്മാരുടെ അനുഭവം അതാണ്. അവർ വളരെയധികം എതിർപ്പുകളും പ്രയാസങ്ങളും നേരിട്ടുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ, യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ അവർ മുന്നോട്ട് പോയി ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ട്. ക്രിസ്തുവിന്റെ ലാസ്റ്റ് കമ്മീഷൻ അവസാനമായിട്ട് ഇഹലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപ് ഉള്ള ആ നിർദ്ദേശം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, "Go you therefore and make disciples of all nations." സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറഞ്ഞ നിർദ്ദേശമാണ് അവസാനമായി നബി സുവിശേഷത്തിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കില്ല എന്നതിനെ കുറിച്ചാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നമുക്ക് സാമ്യമായിട്ടുള്ളത്. എല്ലാവർക്കും മിഷണറിമാരായിട്ട് ഒരു മുഴുവൻ സമയ പ്രവർത്തകരാകാൻ സാധിക്കില്ല. നമ്മളെല്ലാം ഓരോ സാഹചര്യങ്ങളിൽ ഓരോ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പ്രവർത്തന മേഖലകൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഇവിടെയൊക്കെയും നമ്മൾ ക്രിസ്തുവിനെ സാക്ഷിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടേതായ വലിയ രീതിയിൽ നമുക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കാൻ കഴിയും. അതിനായി ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളും അതിന് യേശു എങ്ങനെ അതുമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്നത്, നേരത്തെ പറഞ്ഞ പോലെ യേശു ഗ്രാമത്തോടും പട്ടണത്തോടും ഇങ്ങനെ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ആരോ തന്റെ കേൾവിക്കാരൻ ഒരാളെ ചോദിച്ചു, "കർത്താവെ, രക്ഷപ്പെടുന്നത് ചുരുക്കമാണോ?" ലൂക്കോസ് 13:23. ചിലപ്പോൾ ആ ചോദ്യം വന്നത് ഒരു യഹൂദനിൽ നിന്നായിരിക്കാം. കാര്യം അബ്രഹാമിന്റെ സന്ദേശങ്ങളായ യഹൂദന്മാർക്ക് മാത്രമാണ് രക്ഷയെന്നും പുറജാതികൾ ദൈവരാജ്യത്തിന് പുറത്താണെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ചോദ്യം വന്നത്. അതിന് യേശുവിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, "ഇടുക്കുവാതിലൊക്കെ കടന്നുപോകാൻ പോരാടി. Do your best to go through the narrow door." അതാണ് അവിടെ കൊടുക്കുന്നത്. ഇടുക്കുവാദം, നാരോ ഡോർ എന്ന പ്രതീകം, മെറ്റഫർ വളരെ അർത്ഥവത്താണ്. കാര്യം ദൈവരാജ്യത്തിനായിട്ടുള്ള പ്രവർത്തനം എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ കംഫർട്ട് സോൺ ആയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനയും സഹിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ നമ്മൾ അബ്രഹാമിന്റെ സന്ധികളായിക്കൊണ്ടോ അല്ലെ ആദ്യ ക്രിസ്ത്യാനികളായതുകൊണ്ടോ മാത്രമായി സ്വാഭാവികമായി ലഭിക്കുന്നതല്ല ദൈവത്തിൻ്റെ രക്ഷ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അതിനായിട്ടുള്ള സ്വർഗീയ മാനദണ്ഡവും വ്യത്യസ്തമാണ്. നമ്മൾ സമർപ്പണത്തോടുകൂടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ദൈവം കനിഞ്ഞ് അന്വേഷണം നൽകുന്നത്. മുൻപന്മാരെന്ന് ലോകം കരുതുന്നവർ സ്വർഗീയ മാനദണ്ഡത്തിൽ പിൻപന്മാരായിരിക്കും. എന്നാൽ പിൻപന്മാരെന്ന് ലോകത്തിൽ കരുതുന്നവരായിരിക്കാം സ്വർഗീയ മാനദണ്ഡത്തിൽ പിൻപന്മാരായിരിക്കും. യേശുവിനെ പൂർണ്ണമായി പിൻപറ്റാതെയും സഹോദരനെ കരുതാതെയും ഇളയവരെ ആദരിക്കാതെയും പടിവാതിൽക്കൽ കിടക്കുന്ന ലാസങ്ങളെ തിരിഞ്ഞു നോക്കാതെയും നാളത്തേക്ക് അമിതമായി ശേഖരിച്ചു വയ്ക്കുമ്പോഴും സാധുവിൻ്റെ ദുഃഖം മനസ്സിലാക്കാതെയും ഒക്കെ ഇരിക്കുന്നവർ ഈ ലോകപ്രകാരം
മുൻപന്മാരായിരിക്കാം, അവർ വിശാലമായ പാതയിൽ കൂടെ നടക്കുന്നവരായിരിക്കാം. എന്നാൽ അവർക്ക് ജീവിത പാതയിൽ അടയ്ക്കപ്പെട്ടേക്കാം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ശക്തമായിരിക്കും അവർക്ക് കേൾക്കുന്നു. എന്നാൽ ദിവസവും പങ്കിട്ട് വിശക്കുന്നവന് ആഹാരം കൊടുത്ത് ദാഹിക്കുന്നവർക്ക് കുടിപ്പാൻ നൽകി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകി, യോഗ്യത സൃഷ്ടിക്കുകയും ലോകത്തൊക്കെ നമ്മളേതായ എളിയ രീതിയിൽ ചെയ്യാൻ കഴിയുന്നവർ. എന്നാൽ ലോകത്തിൻ്റെ വിഷയത്തിന് പോലെ അവർക്ക് മടയന്മാരായിരിക്കും. എന്നാൽ സ്വർഗീയമാനന്ദങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും. Those who are long the last will be the first, and those who are the first now will be the last in the criteria of ഇത് കുറച്ചുകൂടെ ശക്തമായിട്ട് വേദപുസ്തകത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ വളരെ വിശദമായി ഈ അന്ത്യന്യായവിധിയെ കുറിച്ചുള്ള അവിടെ 25-ാം അധ്യായത്തിൽ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ സംഗതി ദാഹിക്കുന്നതിന് കുടിപ്പാൻ ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തു. ആസ് എ സ്ട്രേഞ്ചർ യു റിസീവ്ഡ് മീ ഇൻ യുവർ ഹോം. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. നേക്കഡ് യു ക്ലോത്ത്ഡ് മീ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. സിക്ക് ആൻഡ് യു ടുക്ക് കെയർ ഓഫ് മീ. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഇൻ പ്രിസൺ. അപ്പോൾ നീതിമാന്മാരായി കേട്ടുകൊണ്ടിരുന്നവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പ്രകാരം എപ്പോഴാണ് നിന്നെ കണ്ടത്? Whenever have you seen me like this? യേശു പറഞ്ഞു, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തുന്ന നിങ്ങൾ ചെയ്യുന്നിടത്തോളം എനിക്ക്. Whenever you did this for one of the least of this brethren of mine, you did it for me. അതാണ് യേശു ക്രിസ്തു അന്ത്യന്യായത്തിൽ ഒരു വലിയൊരു മാനദണ്ഡമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ചെറിയവരിൽ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ചെറിയവരായിരിക്കാം, എങ്കിലും നമ്മൾ എല്ലാവരിൽ നിന്ന് പോലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. രണ്ട് ചില്ലിക്കാശിട്ടവരുടെ കഥയിലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. ക്രിസ്തു നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതാണ്. വേലിക്കരയിൽ നിൽക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടി കൂടി നമ്മുടെ അധ്വാനവും സമയവും പണവും ഒക്കെ ചെലവഴിക്കും. ഉണ്ണാനും കൊടുക്കാനും മറ്റ് അത്യാവശ്യ ജീവിത സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം മതിയെന്ന് കരുതി ദൈവസ്നേഹത്താൽ പ്രേരിതരായി സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടാൻ വേണ്ടി നമ്മുടേതായ നിലയിൽ നമുക്ക് സ്നേഹം പകരുന്നതിനും സഹായം പകരുന്നതിനും സാധിക്കും. അതാണ് മിഷൻ. ദാറ്റ് ഈസ് ദ ക്രിസ്ത്യൻ മിഷൻ. Each one of us within our capacity shall take up the mission of Christ in our own little way, in our work life, in our family life, in our social life, and everywhere. വിവിധ ക്രിസ്തീയ സമൂഹങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ സമൂഹങ്ങൾക്ക് ചെയ്യാവുന്ന അവരുടെ കഴിവിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാം. നമ്മൾ ചെയ്യുന്നതൊക്കെ ആവശ്യങ്ങളുടെ ആ ഐസ്ബർഗിൻ്റെ ഒരു അറ്റം മാത്രമായിരിക്കാം നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വലിയ രീതിയിലൊന്നും അല്ലെങ്കിൽ ഒരു പൂർണ്ണ സമയമായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടേതായ ജീവിത സാഹചര്യം, നമ്മുടേതായ
ബോധ്യം. എപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏതാനും നിമിഷം ഞാൻ എൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശാസ്ത്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. എങ്കിലും ആ സമയത്തും അതിനുശേഷവും ശേഷം 14 വർഷത്തിൽ കൂടുതലായി ചെയ്തിട്ട് ജനങ്ങളിലൊക്കെ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുകയും 55 വർഷത്തോളം സൺഡേ അധ്യാപകനായിരുന്നു. ദിവ്യബോധനം കോഴ്സിൻ്റെ തിരുവനന്തപുരം ഏരിയയായിരുന്നു ക്ലാസ്സിലെത്തുകയും റീജിയണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഉസ്താദ് തിരുമേനി സ്ഥാപിച്ച ഇന്നാംസ് എന്നൊരു സംഘടനയുടെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ തിരുവനന്തപുരത്ത് മാർ ഗ്രിഗോറിയോസ് റിഹാബിലിറ്റേഷൻ സെൻ്റർ എന്നൊരു റിഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. കഴിഞ്ഞ 43 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അത്. 20 വർഷമായിട്ട് ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും അതിൻ്റെ പ്രവർത്തകനുമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും നിർബന്ധം അതിൻ്റെ ഡയറക്ടർ എന്നുള്ള സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 247 രോഗികളെയാണ് ഞങ്ങൾ സഹായം നൽകുന്നത്. ഈ സഹായം പറഞ്ഞാൽ ആരും ആ സെൻറ്ററിൽ കൊണ്ട് താമസിപ്പിക്കുകയില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് റിഹാബിലിറ്റേഷൻ വർക്ക്. അതായത് രോഗികൾ അവരുടെ വീടുകളിലാണ്. മിക്കവരും സ്ട്രോക്ക് വന്നിട്ടുള്ളതോ മറ്റ് ജന്മനാഥന തപസ് ബാധിച്ചോ, പിന്നെ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല വിധത്തിലുള്ള രോഗികൾ, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, കുട്ടികൾ അവരിപ്പോഴും 30-40 വയസ്സായ കുട്ടികളെ പോലെ ഇടങ്ങി കിടക്കുകയായിരിക്കും. ഇവരെ നോക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനൊന്നും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന അവരുടെ കുടുംബങ്ങൾ കുട്ടിയില്ല. ഇവരെല്ലാം ബിലോ പോവർട്ടി ലൈനിൽപ്പെട്ടവരാണ്. അവർക്ക് സഹായം അങ്ങോട്ട് എത്തിക്കുക. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള 6 പഞ്ചായത്തുകളിലാണ് ആ പ്രവർത്തനം നടക്കുന്നത്. 114 സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ഓരോ പഞ്ചായത്തിലും ഓരോ കമ്മ്യൂണിറ്റി വർക്കറുണ്ട്. 6 പഞ്ചായത്തിൽ 6 കമ്മ്യൂണിറ്റി വർക്കേഴ്സ്. അതുകൂടാതെ ഞങ്ങൾക്ക് 3 വാഹനങ്ങളുണ്ട്, ഡ്രൈവേഴ്സുണ്ട്, സ്റ്റാഫുണ്ട്, 3 പെയ്ഡ് സ്റ്റാഫുണ്ട്. അവരൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ഈ രോഗികളെ അവർക്ക് ഡോക്ടറെ കാണിക്കേണ്ട സമയം കൊടുത്തിട്ടുള്ള ചില മാസത്തിലൊരിക്കലായിരിക്കും, ചില 2 ആഴ്ചയിലൊരിക്കലായിരിക്കും. ആ സമയങ്ങളിൽ ഇവിടുത്തെ വാഹനങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരാഴ്ചയിൽ 3-4 ദിവസം ഈ വാഹനങ്ങളുടെ ട്രിപ്പുകളാണ്. ഇവരെ കൊണ്ടുപോകുന്ന ഒരു ഷെഡ്യൂളുണ്ട്. അതനുസരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടറെ കാണിക്കും. തിരിച്ച് രോഗികളെ വീടുകളിൽ കൊണ്ടെത്തിക്കും. ഡോക്ടർ കുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾ മുഴുവൻ അവിടെ നിന്ന് ആ സ്ഥാപനത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. ചില രോഗികൾക്ക് ഒരു മാസം 7000 രൂപയുടെ മരുന്ന് ചിലപ്പോൾ 3000, 2000, 500 ശരാശരി 2000-2500 രൂപ ശരാശരി മരുന്നിനാകുന്നത്. കഴിഞ്ഞ വർഷം 36 ലക്ഷം രൂപയുടെ മരുന്നാണ്. മറ്റ് ചില 75 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ചില. ഈ വർഷത്തെ അത് 1 കോടി എന്നുള്ള രീതിയിലോട്ട് വരും. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ശരാശരി അവിടെ ചെലവ് വരുന്നത് 8 ലക്ഷം രൂപ മാസം. സോ അങ്ങനെ പോകുന്നു. ഇതിന് ഗവൺമെൻറ്റിൽ നിന്നൊരു സഹായമോ നമ്മുടെ സഭയിൽ നിന്നൊരു സഹായമോ ഒന്നുമില്ല. തിരുവനന്തപുരത്തിൻ്റെ പേരിലാണ് സ്ഥാപനമെങ്കിലും സഭയിൽ നിന്ന് സഹായമൊന്നുമില്ല. MGOC പ്രസിഡൻ്റായ കരുണയായിരിക്കും ഈ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് സറാഫിൽ കരുണയ്ക്ക്. എന്നാൽ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 400 കൂടുതൽ ആളുകൾ ഇതിനുവേണ്ടി സംഭാവന നൽകി. അവരുടെ സംഭാവന 1000 രൂപ മുതൽ 1 ലക്ഷം രൂപ. അങ്ങനെ ഓരോ
മറ്റുള്ളവരുടെ സംഭാവനകളാണ് നടക്കുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ടെങ്കിലും എല്ലാം ദൈവം നടത്തുന്നുണ്ട്. അങ്ങനെ പിരിവൊന്നും ചോദിക്കാനല്ല ഇത്രയും പറഞ്ഞത് എൻ്റെ പ്രവർത്തനത്തെ കുറിച്ച്. പിന്നെ ദൈവം മനസ്സിൽ തോന്നിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ ചുരുക്കയിൽ ആ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ഉണ്ട്. വ്യക്തികളായിട്ട് ഇൻഡോയായിട്ടൊക്കെ ചേർന്ന് ചെയ്യാവുന്നതാണ്. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കുന്നത് വോളണ്ടറി വർക്കാണ്. ഒരു സാമ്പത്തിക നേട്ടം അതിൽ ഞങ്ങൾ എടുക്കാറില്ല. ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നതിനും വേദവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ ഒരനുഭവമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ ക്ഷമാപൂർവ്വം കേട്ടിരിക്കുന്നതിന് എല്ലാവിധമായ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം. കർത്താവിൻ്റെ മിഷൻ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ച് വളരെ ഭംഗിയായി സാറ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. മിഷൻ തുടങ്ങിയത് കർത്താവാണ്. അത് പകർന്നു നൽകിയത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. അവരെല്ലാം കത്തിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കുക. രണ്ട് വാക്കുള്ളത്, മിഷനും ഒന്ന് വിഷനും. മിഷൻ ആൻഡ് വിഷൻ. പലപ്പോഴും നമ്മുടെ വിഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വിഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ മിഷൻ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തെ മശീഹാതമ്പരാൻ കാണിച്ചു തന്ന നല്ല മിഷനാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നല്ല മിഷൻ സെൻ്ററാണ്. നമ്മുടെ ഇടവക നല്ല മിഷൻ സെൻ്ററാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഓഫീസ് നല്ല മിഷൻ സെൻ്ററാണ്. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ മിഷൻ സെൻ്ററാണ്. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ നല്ല മിഷൻ സെൻ്ററാക്കി നമുക്ക് മാറ്റണം. പൈസ കൊടുത്തതുകൊണ്ട് ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് അർത്ഥമില്ല. പൈസ കൊടുക്കുന്നു എന്നതല്ല മിഷൻ്റെ അർത്ഥം. മറിച്ച് ഒരുവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ മിഷൻ. ഏറ്റവും വലിയ യാത്ര നടത്തിയതും പൗലോസ്ലീഹയാണ്. മിഷൻ്റെ യാത്ര ഒരുപാട് നടത്തിയത് പൗലോസ്ലീഹയാണ്. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനൊരു ഈ ഷോർട്ട് പീരീഡിലാണ് സാർ എന്നെ ഇടയ്ക്ക് വന്ന് കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന യോഗത്തിൽ സംസാരിക്കുമെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് നവംബർ മാസം, ഡിസംബർ മാസം പ്രയർ മീറ്റിംഗ് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു അവസരം കിട്ടി. നാളെ സാർ തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ്. ബഹുമാനപ്പെട്ട ടോണി കുടുംബം അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്ദി ഒഫീഷ്യലായിട്ട് അറിയിക്കുമെങ്കിലും വികാരി എന്ന നിലയിൽ എല്ലാ നന്ദി ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ വേഗസംഘം ഒരു ഗാനം ആരംഭിക്കും. അതിനുശേഷം നന്ദി അർപ്പിക്കാനായിട്ട് ലിറ്റിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യും. Ashwa
കൂടാതെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും OCYയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ റിട്രീറ്റ് ഇത്രയും ഭംഗിയായി ക്രമീകരിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച OCY സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായി ഈ റിട്രീറ്റിൽ നമുക്ക് വേണ്ടി പ്രഭാഷണം നിർവഹിച്ച തോമസ് കെ വർഗീസ് സാറിനുള്ള നന്ദിയും സ്നേഹവും OCYയുടെ പേരിൽ അറിയിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വേ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നതിനെ ആസ്പദമാക്കി സാർ നമ്മളോട് സംസാരിച്ചു. അതുപോലെ അതിലൂടെ ക്രിസ്തുവിൻ്റെ മിഷനെ പറ്റി നമ്മളോട് പങ്കുവച്ചു. സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിനെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി സ്വാഗതം പറഞ്ഞ OCY കമ്മിറ്റി മെമ്പറായ വിക്സിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായി റിട്രീറ്റിന് ഭക്ഷണം ക്രമീകരിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളോടും OCYയുടെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായി OCY കായിക സംഘത്തിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവസാനമായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഇടവകളോടും OCYയുടെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സമ്മതവാസം തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പ്രാർത്ഥനയിലും ജീവിതത്തിന്മേലും ഞങ്ങൾ കേട്ടതായ വചനം നയിച്ചതായ പ്രിയദാസന്മേലും വാങ്ങിപ്പോയിരിക്കുന്ന സകല പര്യത